3 പുസ്തകങ്ങളിൽ ആദ്യത്തെ പുസ്തകം സ്നേഹം പൂത്ത കാലം, ഡോക്ടർ ഷിജു ഖാൻ എഴുതിയ സ്നേഹം പൂത്ത കാലം എന്ന ഓർമ്മക്കുറിപ്പുകളാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ സാറാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി കെ ഗോപൻ സാറാണ്. രണ്ടാമതായി പ്രകാശനം ചെയ്യുന്നത് ഇന്ത്യൻ തടവറയിലെ 5 വർഷങ്ങൾ. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പി കെ ഗോപൻ സാറാണ്. ഏറ്റുവാങ്ങുന്നത് ഷംസീർ സാറ്. മൂന്നാമതായി ഡോക്ടർ എം.എ. സിദ്ദിഖ് രചിച്ച തേള എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഷംസീർ സാറും ഏറ്റുവാങ്ങുന്നത് പി കെ ഗോപൻ സാറുമാണ്. ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മഹേഷ് മാണിക്യം, എഴുത്തുകാരനാണ്. അഡ്വക്കേറ്റ് വി ജി മുരളീധരൻ, കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമാണ്. പുസ്തക പരിചയം നടത്തുന്നത് ഡോക്ടർ അനിത ഐസക്. എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രകാശന കർമ്മം നടക്കുന്ന 2 പുസ്തകങ്ങളുടെയും എഴുത്തുകാരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി അധ്യക്ഷ പ്രസംഗത്തിനായി സുജറ്റി ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, വളരെ പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. 3 പുസ്തകങ്ങളും 3 തലങ്ങളിലെ 3 ഡയമെൻഷനിലുള്ള പുസ്തകങ്ങളാണ്. ഒന്ന് ഒരു നോവലാണ്. സിദ്ദിഖ് ആദ്യത്തെ നോവലല്ല, അദ്ദേഹത്തിൻ്റെ എം എ സിദ്ദിഖിൻ്റെ രണ്ടാമത്തെ നോവലാണ്. ഒരു വലിയ നോവൽ എഴുതുന്നതിൻ്റെ പ്രാഥമികമായി കളക്ട് ചെയ്ത ശേഖരിച്ച കുറിപ്പുകളിൽ നിന്നൊരു നോവൽ പിറന്നതാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്ന തേള എന്ന പുസ്തകം. നമുക്ക് ഷിജു ഖാനെ അറിയാം. ഷിജു ഖാൻ നമ്മളോടൊപ്പം എപ്പോഴുമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ധാരാളമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. യുവ നേതാവ് എന്നുള്ള നിലയിൽ എല്ലാ കാലത്തും ഊർജ്ജസ്വലനായി നമ്മളോടൊപ്പം ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വായിക്കാൻ എന്തായാലും വലിയൊരു കൗതുകമുണ്ട്. അതും സ്നേഹത്തെക്കുറിച്ചുള്ള കുറിപ്പുകളാണ്. ആ കുറിപ്പുകൾ സമാഹരിക്കപ്പെട്ടതാണ് മറ്റൊരു പുസ്തകം. അടിയന്തരാവസ്ഥ എന്നും ഇപ്പോഴും ദുരൂഹമായി തന്നെ നിൽക്കുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് എന്തൊക്കെയാണ് ഇന്ത്യയിൽ സംഭവിച്ചത്? അടിയന്തരാവസ്ഥയ്ക്ക് എന്ത് സംഭവിച്ചു? അടിയന്തരാവസ്ഥ കാലത്ത് എന്താണ് നമ്മുടെ തടവറകളിൽ, നമ്മുടെ പൊതുനിരത്തുകളിൽ, പൊതുസമൂഹത്തിലുണ്ടായത് എന്ന് ഇന്നും അതിൻ്റെ എത്രയോ കുറഞ്ഞ ശതമാനം മാത്രമാണ് പുറത്തേക്ക് വന്ന് നമുക്കറിയുന്നത്. അക്കാലത്തെ ജയിൽ കുറിപ്പുകളാണ് മറ്റൊരു പുസ്തകം. ദീർഘമായൊരു സംഭാഷണത്തിലേക്ക് പോകുന്നില്ല. പുസ്തക പരിചയത്തിനായി ഡോക്ടർ അനിത ഐസക്കിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യായ നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ പ്രൊഫസർ സൂസൻ ജോർജ്, ബഹുമാന്യനായ ഡോക്ടർ ഷിജു ഖാൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരെ, സാമൂഹ്യ പ്രവർത്തകരെ, സാഹിത്യ പ്രവർത്തകരെ, പാപ്പാത്തി പുസ്തകങ്ങൾ സന്ദീപിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സാഹിത്യരംഗത്തേക്കുള്ള ഒരു കടന്നുവരവ് തന്നെ വളരെ വലിയ തോതിലുള്ള സന്തോഷമുളവാക്കുന്നൊരു കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഉൾപ്പെടുന്ന ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമര പോരാട്ട കാലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച ആളുകളാണ് ഞാനും സന്ദീപുമൊക്കെ. ആ കൂടെ ഉണ്ടായിരുന്ന നിരവധി ആളുകൾ ഇന്ന് എനിക്ക് മുന്നിൽ ഈ വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്നുമുണ്ട്. ആ കാലയളവിൽ തന്നെ സന്ദീപിനെ നമ്മൾ വേറിട്ട് കണ്ടത് എപ്പോഴും കവിതയും എഴുത്തും ഒക്കെയായി തന്നെ SFI പ്രവർത്തന കാലഘട്ടത്തിൽ തന്നെ സന്ദീപ് ഈ പുസ്തകങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞത്. ആ കാലയളവിൽ അത്തരത്തിൽ ഒരു പ്രവർത്തനവുമായി അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ ഏറെ ബഹുമാന്യനായ കേരള നിയമസഭയുടെ സഭാധ്യക്ഷൻ ബഹുമാന്യനായ AN ഷംസീർ അവറുകൾ, വേദിയിലിരിക്കുന്ന പ്രിയമുള്ളവരെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ ഷിജു ഖാൻ്റെ സ്നേഹം പൂത്ത കാലം എന്ന പുസ്തകം ഈ വേദിയിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടും.
ബാലസംഘത്തിൽ തുടങ്ങി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഇന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായി മാറിയിട്ടുള്ള ഡോക്ടർ ഷിജു ഖാൻ തൻ്റെ ജീവിതയാത്രയിലുടനീളം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം കണ്ടുമുട്ടിയിട്ടുള്ള മനുഷ്യരെക്കുറിച്ചും അദ്ദേഹം കണ്ടുതീർത്ത ഭൂമികകളെക്കുറിച്ചും കുട്ടിക്കാലം മുതൽ തൻ്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ് സ്നേഹം പൂത്ത കാലം. ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പരിചയപ്പെടുത്തുവാനായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു വന്ന സൗഹൃദങ്ങളെക്കുറിച്ചും കണ്ട കാഴ്ചകളെക്കുറിച്ചുമെല്ലാം ഈ പുസ്തകത്തിലൂടെ വിവരിക്കുമ്പോൾ ഈ പുസ്തകം തീർച്ചയായും വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു പുസ്തകം എഴുതിയാൽ കൊള്ളാം എന്നുള്ളൊരു പ്രചോദനം ഈ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഷിജു ഖാനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും വാങ്ങുകയും ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ ചുരുങ്ങിയ വേളയിൽ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു പുസ്തകം ഈ വേദിയിൽ ഇന്ന് പ്രകാശനം ചെയ്യുന്നത് മേരി ടെയ്ലറുടെ ആത്മകഥയാണ്. ഇന്ത്യൻ തടവറയിലെ 5 വർഷങ്ങൾ എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മുമ്പുള്ള 5 വർഷക്കാലം വിചാരണ കൂടാതെ തടവറയിലാക്കപ്പെട്ട മേരി ടെയ്ലർ അവരുടെ അനുഭവങ്ങളാണ് ഈ പറയപ്പെടുന്ന പുസ്തകത്തിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായ സുഹൃത്തിനോടൊപ്പം ഇന്ത്യയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് അവർ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. പക്ഷെ അന്ന് ഈ ഇന്ത്യക്കകത്ത് കണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ വായിച്ച ബോർഡുകളിലൊക്കെ തന്നെ എഴുതി വെച്ചിരുന്നത് കുഷ്ഠരോഗികളുടെ പടം എടുക്കരുത്, ഫോട്ടോ എടുക്കരുത് എന്നും ഭിക്ഷക്കാരുടെ പടം എടുക്കരുത് എന്നുള്ള ഒരു പ്രചരണമാണ് അവർക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞത്. മറ്റൊരു കാഴ്ച അവർ ഈ പുസ്തകത്തിലൂടെ സൂചിപ്പിക്കുന്നത് റിക്ഷ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ പുറകെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു യാത്ര തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുറകെ നടക്കുന്നൊരു കാഴ്ചയാണ് അവർ ഇന്ത്യൻ സമൂഹത്തിൽ കണ്ടത്. അടിയന്തരാവസ്ഥ ഞാൻ സൂചിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടിയന്തരാവസ്ഥ കാലത്തെ സാഹചര്യങ്ങളെ ഇന്ത്യയിൽ കണ്ട വിവിധ സാഹചര്യങ്ങളെയാണ് ഈ പുസ്തകത്തിനകത്ത് വിലയിരുത്തിയിട്ടുള്ളത്. അന്ന് ജന്മിത്വത്തിൻ്റെ കീഴിൽ അടിയന്തരാവസ്ഥ ഈ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നുവെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറിച്ചൊരു സ്ഥിതിവിശേഷത്തിനും വ്യത്യാസമൊന്നുമില്ല. കോർപ്പറേറ്റുകൾ സ്പോൺസർഷിപ്പ് നൽകുന്ന ഒരു ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് മാത്രമാണ് തികച്ചൊരു വ്യത്യാസമുള്ളത്. അതുകൊണ്ട് തന്നെ മേരി ടെയ്ലറുടെ ഈ ആത്മകഥ ഈ കാലഘട്ടത്തിലൂടെ അതിജീവിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ പുസ്തകം വായിച്ചതിലൂടെ എനിക്ക് മനസ്സിലാക്കിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കുകയും വിശകലനം ചെയ്യണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മൂന്നാമതായി ഇവിടെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്ന പുസ്തകം ഡോക്ടർ MS സിദ്ദിഖ് സാറിൻ്റെ തേള എന്ന പുസ്തകമാണ്. കേരള സർവകലാശാലയുടെ മലയാളം വിഭാഗം അധ്യാപകനും സാമൂഹിക പ്രവർത്തന രംഗത്ത് ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് നിൽക്കുന്ന ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള അധ്യാപകൻ എഴുതിയ പുസ്തകമാണ് തേള. അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്, പിറക്കാനിരിക്കുന്ന ഒരു നോവലിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ആണ് തേള എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കടൽപ്പാസ എന്നറിയപ്പെടുന്ന കടലോര ഭാഷയിലൂടെ ഒരു കൊച്ചുമകനും അച്ഛനും തമ്മിലുള്ള സംഭാഷണമാണ് ഈ പുസ്തകത്തിൽ ഉടനീളം കണ്ടുവരുന്നത്. ഈ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷ, ഹൃദയത്തിൻ്റെ ഭാഷയായിട്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ വരച്ചു കാട്ടുന്നത്. ഈ പുസ്തകം തീർച്ചയായും നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായി നമ്മളുടെ കടൽ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഹൃദയംഗമായിട്ടുള്ള സംവാദങ്ങളെക്കുറിച്ചിട്ടാണ് ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും വായിക്കണം. ഇതൊരു ഇറങ്ങാനിരിക്കുന്ന നോവലിൻ്റെ പണിപ്പുര മാത്രമാണ്. ഇറങ്ങുന്ന നോവൽ എന്തായിരിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ എനിക്കുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടാകും തീർച്ചയായും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി തേള എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ AN ഷംസീർ സാറിനെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി സുജ ടീച്ചറിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി സ്നേഹം പൂത്ത കാലം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഷംസീർ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് സുജ ടീച്ചർ. ഇന്ത്യൻ തടവറയിലെ 5 വർഷങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഷംസീർ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് സുജ ടീച്ചർ. ആദ്യമായി ഷംസീർ സാറിനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷ ഡോക്ടർ സുജ,
വേദിയിരിക്കുന്ന ഷിജു ഖാൻ, മുരളീധരൻ, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, KLIBF-ൻ്റെ 4th എഡിഷനിൽ ഏതാണ്ട് 300ഓളം പുസ്തകങ്ങൾ ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നുണ്ട്. ഇതിൽ 3 പുസ്തകങ്ങൾ ഇപ്പോൾ അല്പസമയം മുമ്പ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഞാൻ പ്രകാശനം ചെയ്തു. ഒന്ന്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത്, വിദ്യാർത്ഥി കാലം തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദര തുല്യനായ ഡോക്ടർ ഷിജു ഖാൻ്റെ ഫെസ്റ്റിവൽ ഓഫ് മെമ്മറി, സ്നേഹം പൂത്ത കാലം എന്ന പുസ്തകവും. 2, മേരി ടൈലറുടെ മെമ്മറീസ് ഓഫ് ജയിൽ, അങ്ങനെയല്ല പുസ്തകത്തിൻ്റെ പേര്, ഇന്ത്യൻ തടവറയിൽ 5 വർഷങ്ങൾ, അത് പരിഭാഷയാണ്. അതുപോലെ MA സിദ്ദീഖിൻ്റെ തേള. ഈ 3 പുസ്തകങ്ങളാണ് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്തിട്ടുള്ളത്. സാധാരണ ഒരു 30 മിനിറ്റിനുള്ളിൽ ഈ 3 പുസ്തകങ്ങൾ പ്രകാശനവും തുടർന്ന് പ്രകാശനം ചെയ്ത ആളുടെ പ്രസംഗമൊക്കെ ആകുമ്പം ഈ 30 മിനിറ്റ് അധികരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസംഗത്തിന് പ്രസക്തിയുമില്ല. ഷിജു ഖാൻ ഏതാണ്ട് 25 വർഷത്തിലേറെയായി ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുമ്പം KV സുധീഷ് മന്ദിരത്തിലെ ഒരു നിത്യ സന്ദർശകനാണ് ഷിജു. അന്ന് ഷിജു ബാലസംഘത്തിൻ്റെ പ്രവർത്തകനാണ്. ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒന്നും ആയിരുന്നില്ല. ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായി ഷിജു ഖാൻ പണ്ടേ എഴുത്തിനോടും വായനയോടും ഒപ്പം കവിതയോടൊക്കെ വലിയ ഇഷ്ടമാണ്. സുധീഷ് മന്ദിരം വളരെ ചെറിയ ഓഫീസാണ്. അതിനകത്ത് M സ്വരാജും P വിജുവും സിന്ധു ജോയും ഞാനും ഒക്കെ ഉണ്ടാകും. അന്നത്തെ ഓഫീസ് സെക്രട്ടറി അജിത്ത് ഷിജു ഖാൻ്റെ ഒരു വലിയ വെൽവിഷറാണ്. ഷിജു ഖാൻ ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനമൊക്കെ നൽകുക അജിത്താണ്. അജിത്തിൻ്റെ കെയർ ഓഫിലാണ് സ്ഥിരം ഓഫീസിൽ ഷിജു ഖാൻ ഉണ്ടാവുക. ഷിജു ഖാൻ അന്ന് തുടങ്ങിയ എഴുത്ത് ഇപ്പോഴും തുടരുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം PhD ചെയ്തു. തുടർന്ന് ഇപ്പോഴും അത് പൊതുരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. DYFയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു സഖാവ് ഷിജു ഖാൻ എന്നുള്ളതാണ്. ഷിജു ഖാൻ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിറ സാന്നിധ്യം. അതുകൊണ്ട് സാധാരണ സാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ച് വിദ്യാർത്ഥി സമരത്തിലോ അടികൊള്ളലൊക്കെ കുറയും. പക്ഷേ ഷിജു ഖാൻ വ്യത്യസ്തനാണ്. ഷിജു അടിയും കിട്ടിയിട്ടുണ്ട്. സാധാരണ സാംസ്കാരിക പ്രവർത്തകന്മാരാകുമ്പോൾ സമരത്തിലൊന്നും പോയി മുമ്പിലൊന്നും അങ്ങനെ അടിയൊന്നും കൊള്ളേണ്ട കാര്യമില്ല. ഷിജു ഖാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വെച്ച് ജലവീരങ്കി അടിയിൽ അദ്ദേഹത്തിൻ്റെ ഇയർ ഡ്രമ്മിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ദീർഘകാലത്തെ സൗഹൃദമാണ് ഷിജു ഖാൻ്റെ പുസ്തകം പ്രകാശന ചടങ്ങിൽ എന്നെ പങ്കെടുക്കാൻ നിർബന്ധിതമാക്കിയിട്ടുള്ളത്. ഇവിടെ അതോടൊപ്പം 2 പുസ്തകങ്ങൾ കൂടി പ്രകാശനം ചെയ്തു. ഇന്ത്യൻ തലവറയിൽ 5 വർഷങ്ങൾ, അത് ട്രാൻസ്ലേഷനാണ്. മറ്റൊന്ന് ഡോക്ടർ MA സിദ്ദീഖിൻ്റെ മറ്റൊരു പുസ്തകവുമാണ്. അവർ 2 പേരും ഇവിടെ ഇല്ല. ഒരു പക്ഷേ തിരക്കുകൾക്കിടയിലായിരിക്കാം. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇനിയത്തെ കാലം ഓതേഴ്സ് ഉണ്ടാവില്ല. ഓതർലെസ് ബുക്കുകളുടെ എണ്ണം കൂടും. പ്രത്യേകിച്ച് AI-യുടെ കാലമാണ്. AI-യുടെ കാലത്ത് എഴുതിയത് ആരാന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇങ്ങനെ ലിറ്ററേച്ചേഴ്സ് വരും. അപ്പം അതുകൊണ്ട് ഓതർലെസ് പുസ്തകങ്ങൾ വരുന്ന കാലത്ത് അത്തരം പുസ്തകങ്ങളുടെ എണ്ണം കൂടുന്ന കാലമാണ് ഈ കാലം. ഏതായാലും എഴുത്തിനെയും വായനയും പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ലെജിസ്ലേച്ചർ വളരെ ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്ത് തുടർച്ചയായി 4ാം വർഷവും ഈ പുസ്തകോത്സവം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കാൻ പറ്റിയ സമയമല്ല ഇത്. നിയമസഭാ സമ്മേളനം, അതോടൊപ്പം തന്നെ ലാസ്റ്റ് അസംബ്ലി സെഷനാണ് ഈ ജനുവരി 20-ന് തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ തിരക്കുകൾക്കിടയിലാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു സംരംഭം അത് നടത്താതെ പോയാൽ അത് ഞങ്ങൾ സാഹിത്യ ലോകത്തോടും സാംസ്കാരിക ലോകത്തോടും ചെയ്യുന്ന കൊടും പാതകമായിരിക്കുമെന്ന ബോധ്യമാണ് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തവണ ഫെസ്റ്റിവൽ നടത്താൻ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഫെസ്റ്റിവലിനോട് നല്ല റെസ്പോൺസാണ്. സ്റ്റാളുകളുടെ എണ്ണം വർദ്ധിച്ചു, പ്രസാധകന്മാരുടെ എണ്ണം വർദ്ധിച്ചു. ഒപ്പം ഇതിൽ പങ്കെടുക്കാൻ ഇതൊരു പ്രസ്റ്റീജായി സാഹിത്യ സാംസ്കാരിക രംഗത്തെ ആളുകൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റു കൂടുതൽ കാര്യം ഞാൻ കടന്നു പോകുന്നില്ല. വായനയും എഴുത്തും സജീവമാക്കി നിലനിർത്തി കൊണ്ടുപോകേണ്ട കാലമാണിത് എന്ന് മാത്രം പറഞ്ഞ് ഈ 3 പുസ്തകങ്ങളും നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി പ്രകാശനം ചെയ്തായി നിർവഹിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.
അടുത്തതായി 3 പുസ്തകങ്ങളും ഏറ്റുവാങ്ങിയ സുജ ടീച്ചറിനെ 2 വാക്ക് സംസാരിക്കുന്നു. അടുത്തതായി സ്നേഹം പൂത്ത കാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഷിജു ഖാനെ അഡ്വക്കേറ്റ് ജി മുരളീധരനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമാണ്. വേദിയിലുള്ള ഏറെ ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ എം ഷംസീർ, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 3 പുസ്തകങ്ങളും വായിച്ചിട്ടില്ല. എങ്കിലും പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വായനക്കാർക്ക് പുതിയ അനുഭവങ്ങൾ നൽകുന്ന പുസ്തകങ്ങൾ തന്നെയാണ് 3 എണ്ണവും. അതിൽ 2 പുസ്തകങ്ങൾ ഞങ്ങളുടെ സർവകലാശാലയുടെ ഭാഗമായി തന്നെ നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട ആളുകളാണ് രചിച്ചിട്ടുള്ളത്. ഷിജു ഖാനും സിൻഡിക്കേറ്റ് മെമ്പറാണ്. ഡോക്ടർ സിദ്ദിഖ് കേരള സർവകലാശാലയിലെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫസറാണ്. ഷിജു ഖാൻ ഇവിടെ ഷംസീർ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയുടെ SFI ചുമതലയിരിക്കുകയായിരുന്നു. അന്ന് നെടുമങ്ങാട് ഗവൺമെൻറ് സ്കൂളിലെ SFI യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാനാണ് ചെന്നത്. അന്ന് എൻ്റെ SFI അല്ലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും വേറിട്ടൊരു അനുഭവമായിരുന്നു. ഒരു സ്കൂൾ യൂണിറ്റ് സമ്മേളനത്തിന് ഫയലും പേനയും ബുക്ക്ലെറ്റും ഒക്കെ തയ്യാറാക്കി ഒരു സമ്മേളനം. ആ സമ്മേളനം ഞാൻ പറഞ്ഞു എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ വേറിട്ടൊരു അനുഭവമായിരുന്നു. അത് ഞാൻ തിരിച്ച് ആയുർവേദ കോളേജിൻ്റെ അടുക്കെയുള്ള സുധീഷ് സ്മാരക മന്ദിരത്തിലെത്തിയപ്പോൾ അന്നത്തെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി, ഇന്നത്തെ മന്ത്രിയായിട്ടുള്ള MP രാജേഷിനോട് ഞാൻ പറഞ്ഞു, നെടുമങ്ങാട് ഗവൺമെൻറ് സ്കൂളിലെ ഒരു സമ്മേളനം വേറിട്ടൊരു സമ്മേളനമായിരുന്നു. ഇങ്ങനൊരു സമ്മേളനം കേരളത്തിലെ ഒരു സ്കൂൾ യൂണിറ്റുകളിലും കണ്ടിട്ടില്ല. അവിടെ ഒരു ഷിജു ഖാൻ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ നമ്മുടെ സംഘടനയ്ക്ക് ഒരു അസറ്റായിരിക്കും എന്ന് പറഞ്ഞു. തീർച്ചയാണ്. പിന്നീട് SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായി ഷിജു ഖാൻ മാറുന്നു. കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായി മാറി. എഴുത്തുകാരനാണ്, കവിയാണ്. സിൻഡിക്കേറ്റിൽ ഏറ്റവും സജീവമായി ഇടപെടുന്ന സർവകലാശാലയിലെ ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ആ യൂണിറ്റ് സമ്മേളനം, അപ്പോൾ ബാല്യ കൗമാര യൗവന കാലയളവിലെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് പകർന്നു തന്നിരിക്കുന്നത്. നമുക്ക് ഇത് വായിക്കുമ്പോൾ ഇവിടെ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതുപോലെ നമുക്കും എഴുതാനുണ്ടാവാം. ഈ പ്രചോദനം ഏറ്റെടുത്ത് നമുക്കും എഴുതാൻ പറ്റുന്നവർ എഴുതുക എന്നുള്ള ഒരു പുതിയ അനുഭവം തന്നുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം കേരളീയ വായനാ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അത് ആ നിലയ്ക്ക് തന്നെ എല്ലാവരും ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകം, അതെല്ലാം നമ്മളെല്ലാവരും നിത്യേനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ അനുഭവങ്ങൾ അതിലൂടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ VS ബിന്ദു ടീച്ചറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 3 പുസ്തകങ്ങൾ, 3 രക്തയോട്ടമുള്ള മനുഷ്യ ശരീരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങളിൽ ഒന്ന് സ്നേഹം പൂത്ത കാലമാണ്. ഓർമ്മകളെ ഉത്സവകാലമായി പ്രഖ്യാപിക്കുന്ന ഈ പുസ്തകത്തെ നിങ്ങൾ വായിക്കുക. ആശംസകൾ. പിറക്കാനിരിക്കുന്ന നോവലിൻ്റെ അസംസ്കൃത വസ്തുക്കളായി ഞാനും നിങ്ങളും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. 2ാമത്തെ പുസ്തകം തേള, ഡോക്ടർ MA സിദ്ദിഖ്. ആ പുസ്തകം തുറക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യവുമാണ്. ഏറ്റവും പ്രിയപ്പെട്ട മേരി ടൈലർ എന്ന പുസ്തകത്തെ ആലിംഗനം ചെയ്യുന്നു. പാപ്പാത്തിക്കും സന്ദീപിനും ഉൾപ്പെടെ എല്ലാ വായനക്കാർക്കും ആശംസകൾ. നന്ദി. അടുത്തതായി ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ഗോകുമാർ എസ്. ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, വളരെ വ്യത്യസ്തമായ 3 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടന്നത്. പ്രിയപ്പെട്ട സുഹൃത്ത് MA സിദ്ദിഖിൻ്റെ തേള, ഷിജു ഖാൻ്റെ സ്നേഹം പൂത്ത കാലം, മേരി ടൈലറുടെ ഇന്ത്യൻ തടവറയിലെ 5 വർഷങ്ങൾ, ഈ പുസ്തകങ്ങൾ എല്ലാവരും വായിക്കുകയും ജീവിതത്തിൽ അതൊരു മാറ്റം ഉൾക്കൊള്ളുവാൻ വേണ്ടി സ്വീകരിക്കുകയും ചെയ്യുക. പാപ്പാത്തി
പബ്ലിക്കേഷൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്ദീപിനും എല്ലാവർക്കും നന്ദി ആശംസകളും അറിയിക്കുന്നു. എല്ലാവരും വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. നന്ദി. അടുത്തതായി എഴുത്തുകാരൻ കൂടിയായ മഹേഷ് മാണി. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളുടെ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ഷിജു ഖാൻ്റെയാണ്. തലസ്ഥാന നഗരിയുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളെ നിറസാന്നിധ്യമായ ഷിജു ഖാൻ്റെ പുസ്തകങ്ങൾ സ്നേഹം പൂത്ത കാലം എക്കാലത്തും നെഞ്ചോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് വായനയിൽ തോന്നിയത്. കടന്നുപോയ വഴികളെയൊക്കെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ഓർമ്മകൾ തന്നെ മുന്നിലേക്കുള്ള യാത്രയുടെ പടവുകളാക്കി മാറ്റുവാൻ പ്രിയപ്പെട്ട ഷിജു ഖാനെ സ്നേഹം പൂത്ത കാലം എന്ന പുസ്തകത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ എം എ സിദ്ദീഖിൻ്റെ തേളയാണ് മറ്റൊരു പുസ്തകം. ഒരുപക്ഷെ മറ്റൊരു പുസ്തകത്തിൻ്റെ രചനയുടെ മെറ്റീരിയൽ എടുത്തുകൊണ്ട് മറ്റൊരു പുസ്തകം തീർക്കുക എന്ന ഒരുപക്ഷെ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പരീക്ഷണമായിരിക്കാം. അതാണ് പ്രിയപ്പെട്ട സിദ്ദിഖ് മാഷിൻ്റെ തേള എന്ന പുസ്തകം. അതിനും സ്നേഹപൂർവ്വം അക്ഷരാഭിവാദനങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ മേരി ടൈലറുടെ പുസ്തകം, അത് പലവട്ടം വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും ഹൃദയത്തിൽ നിന്നും അല്ലെങ്കിൽ വാക്കുകളിൽ രക്തം പുരണ്ടു നിൽക്കുന്ന വാക്കുകളല്ലാതെ കാണാൻ കഴിയില്ല തടവറയിലെ 5 വർഷങ്ങൾ. ആ പുസ്തകങ്ങൾ വീണ്ടും പാപ്പാത്തിയിലൂടെ അതിമനോഹരമായ 3 പുസ്തകങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ഈ 3 പുസ്തകങ്ങളുടെയും ഉള്ളടക്കവും കെട്ടിലും മട്ടിലും അതിൻ്റെ രൂപഘടനയും ഒക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു പുസ്തക പ്രസാധക ലോകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയ പാപ്പാത്തിയുടെ സാരഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദനങ്ങൾ നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പുസ്തകത്തിൻ്റെ എഴുത്തുകാരുടെ നന്ദി പ്രകാശനം ചടങ്ങാണ്. ആദ്യമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഷിജു ഖാനും സിദ്ദിഖ് മാഷിൻ്റെ ജീവിത പങ്കാളി രഹന ടീച്ചറുമാണ്. ആദ്യമായി ഷിജു ഖാനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതനായ എൻ്റെ കുടുംബാംഗം എന്നതുപോലെ ഞാനേറെ സ്നേഹിക്കുന്ന കേരള നിയമസഭയുടെ ആദരണീയനായ സ്പീക്കർ സഖാവ് എൻ ഷംസീർ, മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി 4 മിനിറ്റും 50 സെക്കൻഡും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 1 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. ഈ പുസ്തകം 2 വർഷങ്ങൾക്ക് മുമ്പ് പാപ്പാത്തി പുസ്തകങ്ങൾ പബ്ലിക്കേഷനിലെ ശ്രീ സന്ദീപ് ഞാനുമായി സംസാരിച്ച് പെട്ടെന്ന് നമുക്കൊരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് ധാരണയായതാണ്. പലപ്പോഴായി എഴുതിയ കുറിപ്പുകളാണ്. വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. ആഴത്തിൽ എന്നെ സ്വാധീനിച്ച രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ വ്യക്തിത്വങ്ങൾ ഉണ്ട്. ഒരു പ്രശസ്തിയുമില്ലാതിരുന്നിട്ടും നമ്മുടെ ഹൃദയത്തെ കീഴടക്കിയ ചില വ്യക്തികൾ എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട്, എൻ്റെയുമുണ്ട്. ബന്ധുക്കളിൽ കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ എൻ്റെ വല്യുമ്മ ഉൾപ്പെടെയുള്ളവർ ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. ചില ദൂരയാത്രകളുണ്ട്. ആ യാത്രകളിൽ ഒപ്പമുണ്ടായിരുന്ന ഒട്ടേറെ സുഹൃത്തുക്കൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ പുസ്തകം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പുസ്തകം കൂടിയാണ്. ഇതിന് പിന്നിൽ ശ്രീ സന്ദീപിൻ്റെ വലിയ നിർബന്ധവും പ്രചോദനവുമുണ്ട്. ഈ പുസ്തകം എന്നെപ്പോലെ അത്രയും ഗൗരവത്തിൽ വായിച്ച് അത് എഡിറ്റ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശ്രുതിയുണ്ട്, ജിതിനുണ്ട്. ഈ പുസ്തകത്തിൽ ചിത്രങ്ങൾ വരച്ച പ്രിയപ്പെട്ട എഴുത്തുകാരനും ചിത്രകാരനുമായ രാജേഷ് ചിറപ്പാടുണ്ട്. ഇനിയും ഒട്ടേറെ പേരോട് നന്ദി രേഖപ്പെടുത്താനുണ്ട്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അവസാനമായി രഹന ടീച്ചറിനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമസ്കാരം. മറുവാക്ക് പറയുക എന്നുള്ളതാണ്, എഴുത്തുകാരൻ്റെ വാക്കാവുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ശരിക്കൊരു ഇങ്ങനൊരു സമയം നിൽക്കുമ്പോൾ ഒന്നും പറയാനായിട്ട് തോന്നുന്നില്ല. എഴുത്തുകാരൻ്റെ ആത്മാവിനൊപ്പം നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ, കഥാപാത്രത്തോടൊപ്പം സഞ്ചരിച്ച വ്യക്തി എന്ന നിലയിൽ
ശരിക്കും മറുവാക്ക് പറയാൻ എനിക്കും അവകാശമുണ്ട് എന്നുള്ള രീതിക്കാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ടീച്ചർ ഇവിടെ ബിന്ദു ടീച്ചർ പറഞ്ഞിരുന്നു ഇതൊരു പ്രീ നോവലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വായനക്കാർക്കും അതുപോലെ എഴുത്തുകാർക്കും വിട്ടുകൊടുക്കാം. ഇങ്ങനെ ഒരു ചർച്ച ഞങ്ങൾക്കിടയിൽ നടന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതെന്തുകൊണ്ട് ഇതൊരു പ്രീ നോവൽ ആയതുകൊണ്ട് തന്നെ വായനക്കാരത് പൂർത്തിയാക്കാനായിട്ടുള്ളൊരു അവസരം കൊടുത്തുകൂടെ എന്ന്. അപ്പോൾ അതിന് എഴുത്തുകാരൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ അത് വേണ്ട. അത്രത്തോളം കഥാപാത്രങ്ങളോടും നോവലിനോടും തൻ്റെ തേള എന്ന് പറയുന്ന നോവലിനോടും അത്രത്തോളം പൊസസീവായ എഴുത്തുകാരൻ. ആ പിടപ്പിടപ്പാണ് ശരിക്കും പറഞ്ഞാൽ തേള എന്ന് പറയുന്നത്. തേളയെ പറ്റി പറയാൻ എനിക്കും അവകാശമുണ്ട്. കാരണം ഞാൻ ആദ്യമായി ജോയിൻ ചെയ്ത പൂവാർ എന്ന സ്കൂളും അതുപോലെ മയ്യഴി എന്ന് പറയുന്ന സ്ഥലവുമാണ് ഈ നോവലിന്റെ ഭൂപ്രകൃതിയെ നിർണയിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. പൂവാറിലെ അന്തോണി അച്ഛനാണ് ഇതിന്റെ ഓൾട്ടർ ഈഗോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തേള എന്ന് പറയുന്ന നോവലിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ് റൂമിൽ എൻ്റെ വിദ്യാർത്ഥിയോട് ഞാൻ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. മീനിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ വാക്ക് എന്താണ് എന്ന് ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി ബിലാൽ എന്ന് പറയുന്ന ഒരു കുട്ടി, അത്രയൊന്നും ഭയങ്കര മികച്ച പഠിതാവൊന്നും അല്ലാത്ത കുട്ടി, അവൻ പറഞ്ഞതാണ് ടീച്ചറെ മീനിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് തേള എന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ നോവലിന് എഴുത്തുകാരനെ പോലെ തന്നെ അവകാശം എനിക്കുമുണ്ട്. ആ അവകാശത്തിൻ്റെ പുറത്താണ്, ആ അവകാശത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും ഈ വേദിയിൽ പങ്കെടുക്കുന്നതും. എഴുത്തുകാരനെ എല്ലാവിധ വെട്ടിയും തിരുത്തിയും അറിഞ്ഞും അരുളോടെയും അൻപോടെയും എഴുത്തുകാരൻ്റെ വാക്കുകളെ സ്വീകരിക്കുക, നിർദാക്ഷിണ്യം വിമർശിക്കുക, എല്ലാ വായനക്കാരും വായിക്കുക. നന്ദി. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും നന്ദി.